നിങ്ങളൊരു ടെലിവിഷൻ വാങ്ങാൻ നിൽക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് ഇംപെക്സിന്റെ evoQ 4K UHD ഗൂഗിൾ QLED TV ആണ്. എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വാങ്ങണം എന്നുള്ളൊരു ക്വിക്ക് റിവ്യൂ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസും കാണാൻ വരുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 43 ഇഞ്ചിന്റെ TV ആണ് കേട്ടോ നമ്മുടെ ഇരിക്കുന്നത്. അൺബോക്സ് ചെയ്യാൻ എൻ്റെ പേരൻസും എന്നോട് ഉണ്ടായിരുന്നു. അൺബോക്സിംഗിൽ നമ്മൾ പാക്കിംഗ് സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു TV റിമോട്ട് കൺട്രോൾ കാണാൻ പറ്റും, സ്ക്രൂ സെറ്റ് ഉണ്ട്, ബാറ്ററീസ് ഉണ്ട്, വാൾ മൗണ്ടിങ് ബ്രാക്കറ്റ്സ് ഉണ്ട്, അതേപോലെ നമ്മൾ ടേബിൾ ടോപ്പിൽ വെക്കുന്ന സ്റ്റാൻഡും ഉണ്ട്, വാറണ്ടി കാർഡ്, ഇങ്ങനത്തെ മിനിമം ആയിട്ടുള്ള സെറ്റപ്പിലാണ് വരുന്നത്. മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ഒരു വാൾ മൗണ്ടിങ് ബ്രാക്കറ്റ്സ് വരുന്നുണ്ട്, കൂടാതെ നമുക്ക് റിമോട്ട് ഇല്ലാതെ ബാറ്ററി വരെ വരുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിന് ഡിസൈനെ പറ്റിയാണ്. ഇതിനകത്തൊരു സ്ലീക്ക് ഡിസൈനാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഒരു സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ് ഇതിനകത്ത് ഓവറോൾ വന്നേക്കുന്നത്. മെയിനായിട്ട് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാൻ പറ്റും. നല്ല ലൈറ്റ് വെയിറ്റും ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് TV ആണ്. ഇപ്പോൾ ടേബിൾ ടോപ്പിലാണെങ്കിലും നമുക്ക് വെക്കുവാണെങ്കിൽ നല്ല ഒതുങ്ങി സ്ലീക്ക് ആയിട്ടിരിക്കും. അതേപോലെ വാൾ മൗണ്ട് ചെയ്യുകയാണെങ്കിലും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു പെർഫെക്റ്റ് രീതിയിലൊരു എസ്തെറ്റിക്സ് ഉള്ള ഒരു TV ആണ്. സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ കളറിലാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 43 ഇഞ്ച് വേരിയന്റ് ആണ് നമ്മുടെ ഇരിക്കുന്നത്. വേറെ വേരിയൻസ് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ QLED TV ആണ് നമുക്ക് വരുന്നത്. മോർ ഓവർ ഗൂഗിൾ TV ആണ്. അതിലേക്ക് നമുക്ക് വരാം. 178 ഡിഗ്രി വ്യൂയിങ് ആംഗിൾ ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 60 Hz ആണ് ഓവറോൾ റീഫ്രഷ് റേറ്റും വരുന്നത്. ഇതിന്റെ QLEDന്റെ ആ ഒരു കളർ പ്രൊഡക്ഷനും ആ ഒരു ഡിസ്പ്ലേ ആ ഒരു എടുത്തിരിക്കുന്നുണ്ടല്ലോ, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാര്യം ഗെയിംസ് കളിക്കുമ്പോഴായാലും എന്റർടൈനിങ് ആ ഒരു പർപ്പസ് ആയാലും നല്ല എടുത്ത് നിൽക്കുന്ന വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് വരുന്നത്. നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന ആ ഒരു ഹൈ ക്വാളിറ്റി പിക്ചർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു പെർഫെക്റ്റ് ഫിനിഷിംഗ് പോലെ അതിനകത്ത് നല്ല രീതിയിൽ വരുന്നുണ്ട്. എൻ്റെ ഈ ഒരു യൂസ് കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഗെയിമിംഗ് പർപ്പസിനും അതേപോലെ തന്നെ മൾട്ടിമീഡിയ മീൻസ് മൂവീസ് കാണാനും അല്ലെങ്കിൽ ആ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിനാണ്. അപ്പോൾ അതിന്റെ ഒരു മെയിൻ ഘടകം തന്നെയാണ് ഇതിന്റെ സ്പീക്കേഴ്സ്. 10 വാട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്കതിനകത്ത് അവൈലബിൾ ആണ്. സൗണ്ടിൽ നമുക്ക് ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ആൻഡ് ഓവറോൾ ആ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഈവൻ ആ ഒരു ഇൻബിൽറ്റ് സ്പീക്കറിലായപ്പോലും എനിക്ക് നല്ല സാറ്റിസ്ഫൈങ് ആണ്. അപ്പോൾ എൻ്റെ ഒരു റൂമിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ സൈസ് റൂമാണ്. ഇതിലൊരു 50% വോളത്തിൽ തന്നെ നമുക്കൊരു നല്ല ലൗഡ് ഫീൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബേസും ട്രിബിളും ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത ഗെയിമിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് റെസ്പോൺസ് ടൈം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഞാൻ കളിക്കുന്നത് PS4 ഗെയിംസ് ആണ്. അപ്പോൾ ലോ എൻഡ് ഗെയിംസ് ആയാലും ഒരു ഹൈ എൻഡ് ഗെയിം ഒക്കെ ആയാലും ആ ഒരു ഗെയിം ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ഫാസ്റ്റ് റെസ്പോൺസ് ടൈം ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ ഇൻപുട്ട് ലാഗ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അപ്പോൾ നമുക്ക് ഓവറോൾ ഗെയിമിങ്ങിന് നമുക്ക് ഡെഡിക്കേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഗെയിമിംഗ് മോഡ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഗൂഗിൾ TV ആണ്. ഗൂഗിൾ TV എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു TV വാങ്ങുവാണെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഗൂഗിൾ TV തന്നെ വാങ്ങണം. കാര്യം ആ ഒരു എക്കോ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഐഫോൺ, ആപ്പിൾ TV ആ ഒരു എക്കോ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ നമ്മുടെ ആൻഡ്രോയിഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ എക്കോ സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് ഒരു ഗൂഗിൾ TV എക്സ്പീരിയൻസ്. അതായത് ഞാൻ കണക്ട് ചെയ്തേക്കുന്ന എൻ്റെ ഒരു മെയിൽ ID വെച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സീംലെസ്ലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ റിവ്യൂവിൽ ഞാൻ പറയാം. പിന്നെ ഓൾസോ എനിക്ക് എടുത്തു പറയണം തോന്നിയ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഡോൾബി വിഷൻ IQ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ ഏത് പർപ്പസിനായിട്ട് ഒരു വീഡിയോ കാണാൻ, ഒരു സിനിമ കാണാൻ അല്ലെങ്കിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മുടെ ആംബിയൻസിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ കസ്റ്റം ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അതെനിക്ക് ഒരുപാട് നല്ല രീതിയിൽ യൂസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പല ലൈറ്റിംഗ് കണ്ടീഷനിൽ ഞാനിന്ന് സിനിമകളൊക്കെ കാണും, അതിനനുസരിച്ച് ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പം ഈ ഒരു സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ബാക്കിയുള്ള വാങ്ങാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ദ ഡെഡിക്കേറ്റഡ് റിവ്യൂ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുപിട്ടാലേ. ഗുഡ് ബൈ.